ചരിത്രത്തിൽ എത്രയോ യുദ്ധങ്ങൾക്ക് ഭൂമി സാക്ഷിയായിട്ടുണ്ട്. വൻകിട സാമ്രാജ്യങ്ങൾ ജനിച്ചതും ഒടുവിൽ മണ്ണടിഞ്ഞതും നാം കണ്ടു. എത്രയോ രാജ്യങ്ങളുടെ അതിർത്തി രേഖകൾ ഭൂപടത്തിൽ മാറ്റിമറിക്കപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി ലോകത്തിനു മുന്നിൽ പരിഹാരമില്ലാതെ തുടരുന്ന, ഇന്നും പതിനായിരങ്ങളുടെ ചോര വീഴുന്ന ഒരു പോരാട്ടമുണ്ട്. അതാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം. ഇത് കേവലം രണ്ട് അധികാര ശക്തികൾ തമ്മിലുള്ള അതിർത്തി തർക്കം മാത്രമല്ല, മറിച്ച് സ്വന്തം നിലനിൽപ്പിനും മണ്ണിലെ അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത് ചരിത്രത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ദേശീയ സ്വത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിലുപരി രണ്ട് ജനതകൾ തങ്ങളുടെ മാതൃഭൂമി എന്ന് വിശ്വസിക്കുന്ന ഒരേ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇന്ന് ഗാസയിലെ ഒരു കുട്ടിയോട് ചോദിച്ചാൽ അവൻ പറയും, ഇതാണ് എൻ്റെ നാട്. അതേസമയം ടെൽ അവീവിലെ ഒരു യഹൂദ കുടുംബത്തോട് ചോദിച്ചാലും അവർ പറയും, ഇതാണ് ഞങ്ങളുടെ മാതൃഭൂമി. പ്രശ്നം അവിടെയാണ് ആരംഭിക്കുന്നത്. ഒരേ ഭൂമിയെ രണ്ട് ജനതകൾ തങ്ങളുടെ വീടായി കാണുന്നു. രണ്ടുപേർക്കും അതിനുള്ള ചരിത്രപരമായ കാരണങ്ങൾ ഉണ്ട് താനും. രണ്ടുപേർക്കും വേദനകളുണ്ട്, രണ്ടുപേർക്കും നഷ്ടങ്ങളുണ്ട്. ഈ കഥ ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. പുരാതന കാലത്ത് ഈ പ്രദേശം കനാൻ എന്നറിയപ്പെട്ടിരുന്നു. പിന്നീട് ഇസ്രായേൽ ഗോത്രങ്ങൾ ഇവിടെ താമസമുറപ്പിച്ചു. രാജാവ് ഡേവിഡിന്റെ കാലത്ത് ജെറുസലേം രാഷ്ട്രീയവും മതപരവുമായ കേന്ദ്രമായി മാറി. സോളമൻ രാജാവ് ആദ്യ ദേവാലയം നിർമ്മിച്ചു. ഇന്നും യഹൂദരുടെ മതപരമായ ഓർമ്മകളുടെ കേന്ദ്രമാണ് ആ ചരിത്രം. എന്നാൽ നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ ഈ ഭൂമി പല സാമ്രാജ്യങ്ങളുടെ കൈകളിലേക്ക് മാറി. ബാബിലോണിയന്മാർ, പേർഷ്യക്കാർ, ഗ്രീക്കുകാർ, റോമക്കാർ എല്ലാവരും ഈ ഭൂമിയിലൂടെ കടന്നുപോയി. യുദ്ധങ്ങളും കുടിയേറ്റങ്ങളും നടന്നു. പല യഹൂദരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. പിന്നീട് ക്രിസ്തു മതം ഉയർന്നു വന്നു. തുടർന്ന് 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഈ ഭൂമിയിലെത്തി. ജെറുസലേം മുസ്ലിങ്ങൾക്കും വിശുദ്ധ നഗരമായി മാറി. ഇങ്ങനെ ഒരേ നഗരം 3 മതങ്ങളുടെ വിശുദ്ധ കേന്ദ്രമായി മാറി. ലോകത്ത് അപൂർവമായി മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണിത്. യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ വിശുദ്ധമായ ഭൂമി. 16-ാം നൂറ്റാണ്ട് മുതൽ 1-ാം ലോക മഹായുദ്ധം വരെ ഈ പ്രദേശം ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും അറബ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിരുന്നു. അവർ കൃഷി ചെയ്തു, നഗരങ്ങൾ വികസിപ്പിച്ചു, തലമുറകളായി അവിടെ ജീവിച്ചു. അവരുടെ കാഴ്ചപ്പാടിൽ അത് അവരുടെ മാതൃഭൂമിയായിരുന്നു. എന്നാൽ യൂറോപ്പിൽ മറ്റൊരു ചരിത്രം രൂപപ്പെടുകയായിരുന്നു. നൂറ്റാണ്ടുകളായി വിവേചനം നേരിട്ട യഹൂദ സമൂഹം സുരക്ഷിതമായ ഒരു മാതൃരാജ്യം തേടുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സയണിസം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജനിച്ചത്. യഹൂദർക്കായി ഒരു ദേശീയ ഭവനം സ്ഥാപിക്കണം എന്ന ആശയം ക്രമേണ ശക്തമായി. പലർക്കും ചരിത്രപരമായ കാരണങ്ങളാൽ ആ ഭൂമി പലസ്തീനായിരിക്കണമെന്ന് തോന്നി. 1917 ബ്രിട്ടൻ പുറത്തിറക്കിയ ബാൽഫർ പ്രഖ്യാപനം ചരിത്രത്തെ മാറ്റിമറിച്ചു. യഹൂദർക്കായി ഫലസ്തീനിൽ ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിനെ ബ്രിട്ടൻ പിന്തുണച്ചു. എന്നാൽ അന്നത്തെ ഫലസ്തീനിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും അറബികളായിരുന്നു. അവരോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. ഇതാണ് പിന്നീട് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയത്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ഫലസ്തീന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. യൂറോപ്പിൽ നിന്ന് യഹൂദ കുടിയേറ്റം വർദ്ധിച്ചു. 1930-കളിൽ ജർമ്മനിയിൽ നാസി ഭരണകൂടം ഉയർന്നു വന്നതോടെ സ്ഥിതി കൂടുതൽ മാറി. അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടന്ന യഹൂദ വിരുദ്ധ പീഡനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥികളാക്കി മാറ്റി. പലരും ഫലസ്തീനിലേക്ക് എത്തി. പിന്നീട് ഹോളോകോസ്റ്റ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലകളിൽ ഒന്നായി മാറി. ഏകദേശം 6 ദശലക്ഷം യഹൂദർ കൊല്ലപ്പെട്ടു. ലോകത്തിന്റെ മനസാക്ഷിയെ നടുക്കിയ ഈ ദുരന്തം ഒരു യഹൂദ രാഷ്ട്രത്തിനുള്ള പിന്തുണ വർദ്ധിപ്പിച്ചു. 1947 ഐക്യരാഷ്ട്രസഭ ഒരു വിഭജന പദ്ധതി അവതരിപ്പിച്ചു. ഒരു യഹൂദ രാഷ്ട്രവും ഒരു അറബ് രാഷ്ട്രവും രൂപീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ അത് ആരെയും പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയില്ല. സംഘർഷം രൂക്ഷമായി. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഉടൻ തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഈ യുദ്ധത്തിന്റെ ഫലമാണ് ഇന്നും ചരിത്രത്തെ വേട്ടയാടുന്നത്. ലക്ഷക്കണക്കിന് പലസ്തീനികൾ സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്തു. ചിലർ യുദ്ധഭീതിയാൽ ഓടി, ചിലർ പുറത്താക്കപ്പെട്ടതായി അവകാശപ്പെട്ടു. നൂറുകണക്കിന് ഗ്രാമങ്ങൾ ഇല്ലാതായി. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. ഈ സംഭവത്തെ പലസ്തീനികൾ അൽ നക്ബ അഥവാ മഹാദുരന്തം എന്ന് വിളിക്കുന്നു. ഒരു ദിവസം കൊണ്ട് സ്വന്തം വീട് നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നലെ വരെയും ജീവിച്ചിരുന്ന ഗ്രാമം ഇനി ഭൂപടത്തിൽ പോലുമില്ല. വീട്ടു താക്കോൽ മാത്രം കയ്യിൽ ബാക്കിയുണ്ട്. ഒരു ദിവസം തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ ആ താക്കോൽ തലമുറകളായി കൈമാറുന്നു. ഇന്നും ജോർദാനിലെയും ലെബനനിലെയും അഭയാർത്ഥി ക്യാമ്പുകളിൽ അത്തരം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. 1967 മറ്റൊരു യുദ്ധം ചരിത്രത്തെ മാറ്റിമറിച്ചു. വെറും 6 ദിവസങ്ങൾ മാത്രം നീണ്ട യുദ്ധത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഗാസയും പിടിച്ചെടുത്തു. അതിനുശേഷം ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിന് കീഴിലായി.
ഇതാണ് ഇന്നും തുടരുന്ന അധിനിവേശത്തിന്റെ തുടക്കമെന്ന് പലസ്തീനികൾ വിശ്വസിക്കുന്നത്. ഇന്ന് വെസ്റ്റ് ബാങ്കിൽ ജീവിക്കുന്ന ഒരു പലസ്തീനിയന്റെ ജീവിതം എളുപ്പമല്ല. ചെക്ക് പോസ്റ്റുകൾ, യാത്രാ നിയന്ത്രണങ്ങൾ, ഭൂമി സംബന്ധമായ തർക്കങ്ങൾ, കുടിയേറ്റ കേന്ദ്രങ്ങളുടെ വ്യാപനം, ഇതെല്ലാം അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. അതേസമയം ഇസ്രായേൽ പറയുന്നത് ഈ സുരക്ഷാ നടപടികൾ ഭീകരാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനാണെന്നാണ്. ഗാസയുടെ കഥ അതിലും ദുഃഖകരമാണ്. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നായ ഗാസയിൽ 2 ദശലക്ഷത്തിലധികം ആളുകളാണ് ജീവിക്കുന്നത്. വർഷങ്ങളായി ഉപരോധവും യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും അവിടുത്തെ ജീവിതത്തെ ദുഷ്കരമാക്കിയിട്ടുണ്ട്. പല കുട്ടികളും അവരുടെ ജീവിതത്തിൽ സമാധാനം എന്താണെന്ന് പോലും അറിയാതെ വളരുന്നു. വൈദ്യുതി ക്ഷാമം, ശുദ്ധജല പ്രശ്നങ്ങൾ, തകർന്ന ആശുപത്രികൾ, യുദ്ധത്തിന്റെ ഭീതി, ഇതാണ് അവരുടെ യാഥാർത്ഥ്യം. 2023 ആരംഭിച്ച പുതിയ യുദ്ധം ഈ ദുരന്തത്തെ കൂടുതൽ രൂക്ഷമാക്കി. ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. ലോകം വീണ്ടും അതേ ചോദ്യം ചോദിച്ചു: ഈ സംഘർഷത്തിന് അവസാനം എപ്പോഴാണ്? അപ്പോൾ ഫലസ്തീൻ ശരിക്കും ആരുടേതാണ്? ചരിത്രം മാത്രം നോക്കിയാൽ യഹൂദർക്കും അവകാശവാദമുണ്ട്. നൂറ്റാണ്ടുകളായി അവിടെ ജീവിച്ച പലസ്തീനിയൻ അറബുകൾക്കും അവകാശവാദമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: ചരിത്രത്തിന്റെ പേരിൽ യുദ്ധം തുടരുമ്പോൾ ഏറ്റവും വലിയ വില നൽകുന്നത് സാധാരണ മനുഷ്യരാണ്. സ്വന്തം കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അമ്മമാർ, തകർന്ന വീടുകൾക്കിടയിൽ ജീവിതം തേടുന്ന കുടുംബങ്ങൾ, അഭയാർത്ഥി ക്യാമ്പുകളിൽ ജനിച്ച് അവിടെ തന്നെ വളരുന്ന കുട്ടികൾ. അതുകൊണ്ട് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ യഥാർത്ഥ കഥ രാഷ്ട്രീയ നേതാക്കളുടെ കഥയല്ല, അത് സാധാരണ മനുഷ്യരുടെ കഥയാണ്. നഷ്ടപ്പെട്ട വീടുകളുടെ കഥയാണ്. അവസാനിക്കാത്ത പ്രതീക്ഷകളുടെ കഥയാണ്. സമാധാനത്തിനായി കാത്തിരിക്കുന്ന 2 ജനതകളുടെ കഥയാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോഴും ജെറുസലേമിന്റെ കല്ലുകളിലും ഗാസയുടെ അവശിഷ്ടങ്ങളിലുമെല്ലാം ആ കഥ ഇന്നും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1948 ഇസ്രായേൽ രൂപം കൊണ്ടപ്പോൾ പലസ്തീനിയൻ അറബുകൾക്ക് വാഗ്ദാനം ചെയ്തിരുന്ന സ്വന്തം രാജ്യം യാഥാർത്ഥ്യമായില്ല. ഇന്ന് ലോകത്തെ 140-ലധികം രാജ്യങ്ങൾ സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ എന്ന പേരിൽ പലസ്തീനിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ പലസ്തീന് ഒരു സാധാരണ സ്വതന്ത്ര രാജ്യത്തിനുള്ള അധികാരങ്ങളില്ല. സ്വന്തം അതിർത്തികൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സ്വന്തം വ്യോമപാത നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സ്വന്തം തുറമുഖങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ സഞ്ചാരം പോലും പല ഭാഗങ്ങളിലും നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്നാണ് പലസ്തീൻ എന്ന ആശയത്തെ നിലനിർത്തുന്നത്. പക്ഷെ ഇവ രണ്ടും ഭൗമശാസ്ത്രപരമായി വേർപിരിഞ്ഞ പ്രദേശങ്ങളാണ്. വെസ്റ്റ് ബാങ്കിന്റെ വലിയ ഭാഗങ്ങൾ വിവിധ തലങ്ങളിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. അതേസമയം ഗാസ വർഷങ്ങളായി ഉപരോധവും യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്നു. ഒരു സ്വതന്ത്ര രാജ്യത്തിന് ഉണ്ടായിരിക്കേണ്ട ഭരണപരവും സാമ്പത്തികവും സുരക്ഷാപരവുമായ അധികാരങ്ങൾ പലസ്തീന് പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. അതാണ് പലസ്തീനിയൻ ജനതയുടെ ഏറ്റവും വലിയ വേദന. അവർ വെറും ഒരു ഭൂമിക്ക് വേണ്ടി മാത്രം പോരാടുന്നില്ല. ലോക ഭൂപടത്തിൽ പൂർണ്ണമായ അംഗീകാരവും പരമാധികാരവുമുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ ഒരു രാജ്യത്തിന്റെ പൗരന്മാരായാണ് ജനിക്കുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് പലസ്തീനിയൻ കുട്ടികൾ ജനിക്കുന്നത് അധിനിവേശം, അഭയാർത്ഥിത്വം അല്ലെങ്കിൽ അനിശ്ചിത രാഷ്ട്രീയ പദവി എന്നിവയുടെ നടുവിലാണ്. ഗാസയിലെ ഒരു കുട്ടിയുടെ ജീവിതം ചിന്തിച്ചു നോക്കൂ. അവൻ ജനിക്കുന്നത് ഒരു യുദ്ധത്തിന്റെ നിഴലിലാണ്, വളരുന്നത് ഉപരോധത്തിനിടയിലാണ്. വിദേശത്ത് പഠിക്കാൻ പോകണമെങ്കിൽ അനുമതികൾ വേണം. ചികിത്സയ്ക്കായി യാത്ര ചെയ്യണമെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ തടസ്സമാകാം. വൈദ്യുതി, വെള്ളം, തൊഴിൽ, സുരക്ഷ, സാധാരണ മനുഷ്യൻ സ്വാഭാവികമായി കരുതുന്ന പല കാര്യങ്ങളും അവിടെ അനിശ്ചിതത്വത്തിലാണ്. ഇതാണ് പലസ്തീനിന്റെ ഏറ്റവും വലിയ ദുരന്തം. ഒരു കാലത്ത് ചരിത്രത്തിൽ പല സാമ്രാജ്യങ്ങളും ഭരിച്ച ഒരു ഭൂമി, 3 മതങ്ങൾക്കും വിശുദ്ധമായ ഒരു നാട്. എന്നാൽ ഇന്ന് ആ ഭൂമിയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ സ്വന്തമെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം പോലുമില്ല. അതിനാലാണ് പലസ്തീനിയൻ പ്രശ്നത്തെ ചില ചരിത്രകാരന്മാർ ഭൂമി നഷ്ടപ്പെട്ട ഒരു ജനതയുടെ കഥ എന്ന് വിശേഷിപ്പിക്കുന്നത്. മറ്റു ചിലർ അത് ഇന്നും പൂർത്തിയാകാത്ത ഒരു രാഷ്ട്രത്തിന്റെ കഥ എന്നും വിളിക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.